ഇത് ഇസ്രായേലിൽ പശുവിന് കൊടുക്കുന്ന തീറ്റയാണ്. ഇതെങ്ങനെയാണ് പശുവിന് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രാവിലെ ഞാനത് കാണാനായിട്ട് ചെന്നു. എൻ്റെ എംപ്ലോയറുടെ മകൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. പുള്ളി ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ പുള്ളി എന്നെ ഒരു ട്രാക്ടറിൽ കയറ്റി വിട്ടു തീറ്റ എടുക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം ഞാൻ ട്രാക്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയിൽ വേറെ ട്രാക്ടറിലും തീറ്റകൾ നിറച്ച് ലോഡ് ചെയ്ത് പ്ലാന്റിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴി ഇച്ചിരി കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. കൃഷിത്തോട്ടത്തിന് നടുക്കൂടിയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഒലിവ് മരങ്ങളാണ്. ഇപ്പോൾ ഒലിവിൻ്റെ സീസണല്ല. വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ട്രാക്ടറിൻ്റെ ബോഡി ഫുൾ കവേർഡാണ്. മാത്രമല്ല ഇതിനകത്ത് AC യുമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നതിനെക്കാട്ടിയും വളരെ വലുതാണ് ഇവിടുത്തെ ട്രാക്ടറുകൾ. ഈ കാണുന്ന സ്ഥലത്തും പശുവിനുള്ള തീറ്റയാണ് ചെയ്തിരുന്നത്. അതെല്ലാം കട്ട് ചെയ്തവരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ക്ലീനായിട്ട് കിടക്കുകയാണ്. ഈ കാണുന്നത് ഒലിവിൻ്റെ മരങ്ങളാണ് സൈഡിൽ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വെജിറ്റബിളാണ്. അർത്തിഷുക്ക് എന്നാണ് അതിന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണത്. ഇതായി കാണുന്നത് മുന്തിരിത്തോപ്പാണ്. അതായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ വരമ്പ് പോലെ ലെവലിൽ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള തീറ്റ. ഇത് നമ്മുടെ വണ്ടിയിലേക്ക് മിഷൻ വഴിയാണ് ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടി ഉപയോഗിച്ചാണ് ഇവർ ഈ തീറ്റ കട്ട് ചെയ്യുന്നത്. ഇസ്രായേലിലെ അഗ്രികൾച്ചർ മേഖലകളിൽ കൂടുതലും മിഷൻ വഴിയുള്ള വർക്കുകളാണ് നടക്കുന്നത്. ഈ ഒരു വണ്ടി ഉപയോഗിച്ചാണ് നമ്മുടെ ട്രാക്ടറിലേക്ക് തീറ്റ ലോഡ് ചെയ്തു തരുന്നത്. ഈ മിഷൻ വഴി തീറ്റ കട്ട് ചെയ്ത് വെറും ചെറിയ പീസുകളായിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ട്രാക്ടറിൻ്റെ ഡ്രൈവർ. പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ട്രാക്ടർ നിറഞ്ഞിട്ടുണ്ട്. എല്ലാം മിഷൻ വഴിയുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും വരണം. അങ്ങനെ നമ്മൾ തീറ്റയൊക്കെ നിറച്ച് നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നേരെ ഇനി തീറ്റ അൺലോഡ് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്ന തീറ്റയുടെ വെയിറ്റ് നോക്കണം. ഈ സ്ഥലത്താണ് നമ്മൾ കൊണ്ടുവന്ന തീറ്റയുടെ വെയിറ്റ് നോക്കുന്നത്. നമ്മുടെ തീറ്റ നമ്മുടെ ട്രാക്ടറിൽ നിന്ന് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് ക്യാമറ വഴി കാണാം. നമ്മളീ കൊണ്ടുവന്ന തീറ്റയിലേക്ക് ഒരു ഉപ്പ് പോലെ എന്തോ ഒരു പൊടി വിതറുന്നുണ്ട്. അതിനുശേഷം ഇത് മിക്സ് ചെയ്യും. എന്നിട്ട് ഈ കാണുന്ന സ്ലാബിന് നടുക്കോട്ട് JCB ഉപയോഗിച്ച് കോരി നിറയ്ക്കും. ഈ വണ്ടി ഓടിക്കുന്നത് എൻ്റെ എംപ്ലോയറുടെ മകനാണ്. 29 one day. Oh. It's very mine, you know this mine. Eat 35. Okay.
Now shall I push? Like, oxygen outside. You look, is melach. Semse melach, no melach. Semse melach. One day, take the khamsan, the oxygen. Finish it. Close. Same this. ഓക്കെ. Same this close. ഇത് നിറഞ്ഞാൽ ഇതുപോലെ ടാർപ്പായിട്ട് കവർ ചെയ്ത് വെക്കും, മഴവെള്ളം കയറാത്ത രീതിയിൽ. ഇത് പിന്നെ 1 കൊല്ലം കഴിഞ്ഞേ പുറത്തെടുത്ത് പശുവിന് കൊടുക്കുള്ളൂ. גרעינים, נכון תירס? מקינה קאט, this גרעין, ככה. קראש. broken תירס. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക.